നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശ് സാറേ, എന്താ പതിവില്ലാത്തൊരു വിളി? ഒന്നുമില്ല കൃപേഷ്, ശ്രേയ മേഡം ഇന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് ഒന്നും ഞെട്ടിച്ചില്ലേ? അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനും അതാ ആലോചിച്ചത്. പുറത്തിറങ്ങി മേളിലോട്ട് നോക്കി, ആകാശ് അവിടെ തന്നെ ഉണ്ട്. കൃപേഷ്, മുണ്ടും ഷർട്ടും സാരിയൊക്കെ കൊള്ളായിരുന്നു അല്ലേ? നല്ല ഡിസൈനും മെറ്റീരിയൽസും. അതെ സാറേ, നല്ലൊരു പട്ടുസാരി വേണമെന്ന് എന്റെ ഭാര്യ പറയാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഞാനത് ഏതായാലും മറന്നുപോയായിരുന്നു. എനിക്ക് കിട്ടിയ ആ പട്ടുസാരി എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് കിട്ടിയാലും അതിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതാണ് അവളുടെ സ്വഭാവം. പക്ഷേ മാഡത്തിന്റെ ഗിഫ്റ്റ് കണ്ടിട്ട് അവളുടെ ആ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ഓക്കെ സാറേ, അപ്പൊ നാളെ കാണാം. കൃപേഷ് എന്ത് പറഞ്ഞു മോനെ? കൃപേഷിന് നല്ല പട്ടുസാരിയും ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പെണ്ണ് അറിഞ്ഞുകൊണ്ടാണല്ലേ ഇത് ചെയ്തത്? അറിയില്ല, ഞാൻ സൗമ്യൊന്ന് വിളിച്ചു നോക്കട്ടെ. ആകാശേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ചതാ. മാഡം തന്ന സാരിയും ഷർട്ടും മുണ്ടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെ, ഞാനും അത് പറയാനാ വിളിച്ചത്. ചാരുവിന് സാരി ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു, കൊള്ളാന്ന് പറഞ്ഞു. ഓക്കെ സൗമ്യ, നാളെ കാണാം. ഓക്കെ ആകാശേ, ചാരുവിനോട് എന്റെ അന്വേഷണം പറയണേ. സൗമ്യ, ശരി, ബൈ. സൗമ്യ എന്താ പറഞ്ഞത്? ശ്രേയ മാഡം എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. വാ, എനിക്കിപ്പൊ തന്നെ ആ പെണ്ണെ കണ്ട് സംസാരിക്കണം. മോളെ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട, വിട്ടുകളയുന്നല്ലേ. പറ്റില്ല മോളെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇത് അക്കുചേട്ടനും ചീഫ് എഞ്ചിനീയറും തമ്മിലുള്ള പ്രശ്ന. ഇതിൽ ഞാൻ ഇടപെടേണ്ടതാ. എന്നാലും നമ്മൾ ഇടപെടണ്ട. ചാർജ് എന്തീ പറയുന്നേ? ചീഫ് എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം കാണിക്കാവോ? ഇത്രയും ചെയ്തു വെച്ചാ ആ പെണ്ണുമ്പിള്ളയോട് ചോദിക്കാതെ മിണ്ടാതിരിക്കാനോ? അച്ഛാ, കുഞ്ഞേട്ടനെ വിളിച്ച് ഇപ്പൊ തന്നെ ചെല്ല്. ചെവി പൊട്ടുന്ന രീതി നല്ല വഴക്ക് കൊടുക്കണം. അനുമോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? ബാലമാമേ, ഇതൊക്കെ കണ്ടിട്ട് എനിക്കും ചോര തിളയ്ക്കുന്നുണ്ട്. എന്ന് വെച്ച് നമ്മൾ എടുത്തു ചാടിയിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പൊ അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയ അതവര് വേറെ രീതിയിലാക്കും. അത് പിന്നെ കൂടുതൽ പ്രശ്നമാവും. ഇത് ഞാൻ പറയാതെ തന്നെ ബാലമാമയ്ക്ക് അറിയാലോ. അതെ അച്ഛാ, കാക്കോത്തി പറഞ്ഞതാ ശരി. ഇത് ഞാൻ അവരോട് ചോദിച്ചോളാം. നാളെ ഓഫീസിൽ ചെന്ന് ഇത് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചോളാം ഞാൻ. അതുവരെ അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ശരി, പോകണ്ട. പക്ഷേ നീ അവരൊന്ന് വിളിച്ചതാ, എനിക്ക് സംസാരിക്കണം. ബാലമാമേ, മോളെ എനിക്ക് സംസാരിക്കണമെന്നേ പറഞ്ഞുള്ളൂ, വഴക്കിടുന്നു പറഞ്ഞില്ല. ആകാശേ, വിളിക്കവരെ. റിങ്ങുന്നുണ്ടോ? ഉണ്ട്. ആ ഫോണിങ്ങ. അല്ല അച്ഛാ, അത് തരാൻ ഞാൻ സംസാരിച്ചോളാം. പറയൂ മിസ്റ്റർ ആകാശ്. ആകാശല്ല, ആകാശിന്റെ അച്ഛനാ. പറയൂ സർ, സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ല. നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് കണ്ട് കോരിത്തെരിച്ചു പോയി. ആകാശിന് പൂത്തിരുവാതിരിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ മാഡം, കളിയാക്കാണോ? വെള്ളസാരിയും കാഷായ വസ്ത്രം കൊടുത്തുവിട്ടാ ആർക്കിഷ്ടപ്പെടും? എന്താ അതിന്റെ അർത്ഥം? അയ്യോ സർ, എന്തായി പറയുന്നത്? വെള്ള സാരിയും കാഷായ വസ്ത്രവും ഞാൻ സമ്മാനമായിട്ട് കൊടുത്തെന്നോ? അത് ശരി,
അത് കൊടുത്തത് നിങ്ങൾക്കറിയില്ലേ? സത്യമാണ്, എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ ആകാശിന് കസവും മുണ്ടും ഷർട്ടും ആകാശിന്റെ വൈഫിന് പട്ടുസാരിയാ കൊടുത്തത്. നിങ്ങൾ കൊടുത്ത കസവും മുണ്ടും പട്ടുസാരിയും ഇവിടെ എത്തിയപ്പോഴേക്കും കാഷായ വസ്ത്രവും വെള്ളസാരി ആയത് അങ്ങനെ? ഇതെന്താ മാജിക്കോ? അയ്യോ, അതെങ്ങനെ മാറിപ്പോയി? അത് ശരി, അതെന്നോടാണോ ചോദിക്കുന്നത്? വെള്ളസാരിയും കാഷായ വസ്ത്രം കൊടുക്കുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ആകാശനും ചാരുമോൾക്കും ഇത് നല്ല തിരുവാതിരയാ. നല്ല മനസ്സുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? മാഡം, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്തിനാ അവന് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തത്? സർ, ഞാൻ പറഞ്ഞത് സത്യമാ. അതുപോലൊരു സമ്മാനം കൊടുക്കാൻ ഞാൻ ക്രൂവൽ മൈൻഡുള്ള ആളൊന്നുമല്ല. എന്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫ്സിന്റെയും സന്തോഷം കാണാനാ ഞാൻ എല്ലാവർക്കും സമ്മാനം കൊടുത്തത്. സാറ് വിചാരിക്കുന്നത് പോലെ വിവരമില്ലായ്മ കാണിക്കില്ല ഞാൻ. വിശ്വസിക്കു സർ. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? എനിക്കറിയില്ല സർ. ആ സാരിയും കാഷായ വസ്ത്രവും എങ്ങനെ ആ കവറിൽ വന്നു? ഓ, ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർമ്മ വന്നു. വെള്ള സാരി ഇവിടുത്തെ സ്വീപ്പർ സുഭദ്ര ചേച്ചിക്കും, പിന്നെ ആ കാഷായ വസ്ത്രം കാശിക്ക് പോണോന്ന് എപ്പോഴും ആഗ്രഹം പറയുന്ന സെക്യൂരിറ്റി നാരായണൻ ചേട്ടനും വേണ്ടി വാങ്ങിച്ചതാ. പ്യൂൺ മുരുകൻ കവറ് മാറിക്കൊടുത്തു. അതാ സംഭവിച്ചത്. സോറി സർ, അറിയാതെ പറ്റിപ്പോയതാ. മേഡം ഈ പറയുന്നത് സത്യമാണോ? അതെ സർ, അറിയാതെ പറ്റിപ്പോയതാ. ആരെങ്കിലും അറിഞ്ഞോണ്ട് ഇങ്ങനെ ചെയ്യോ? പ്രത്യേകിച്ച് ഞാൻ. സാറിനെയും സാറിന്റെ കുടുംബത്തെയും ഞാൻ എത്ര ബഹുമാനത്തോടെ കാണുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നോട് ക്ഷമിക്കണം സർ. ശരി. സർ, ഫോണൊന്ന് ആകാശിന് കൊടുക്കൂ. മാഡത്തിന് കവറ് മാറിപ്പോയതാന്ന്. വെള്ളസാരിയും കാഷായ വസ്ത്രവും സെക്യൂരിറ്റിക്കും ഓഫീസിലെ സ്വീപ്പർക്കും വാങ്ങിയതാണെന്ന്. എന്നോട് സോറി പറയാനാ. ഹലോ. സോറി ആകാശ്, സോറി. സാരല്ല മാഡം. എടാ ആകാശേ, ഷോക്കായോ നിനക്ക്? ഞാൻ എന്തിനാ ഇങ്ങനെ സോറി പറയുന്നേന്ന് അല്ലേ ആകാശേ? നിന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തത് വെള്ളസാരി തന്നെയാ. എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളസാരിയും കാഷായ വസ്ത്രവും കൊടുത്തത് ആർക്കാണെന്നറിയോ എന്ന് നിന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു. നിന്റെ അച്ഛന് ഞാൻ മറുപടി കൊടുത്തില്ല. എന്നാ നിന്നോട് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നുകിൽ നീ ഇല്ലാതെയായി നിന്റെ ഭാര്യ വെള്ളസാരി ഉടുത്ത് നടക്കണം,